നമസ്കാരം. ഈ ഇടയിലെ വാർത്തകൾ പാമ്പ് കടിയെക്കുറിച്ചാണ്. ഒരുപാട് പേരെ പാമ്പ് കടിക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു, പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. കുറച്ചു കാലം മുമ്പ് പേപ്പട്ടിയായിരുന്നു, പിന്നെ കാട്ടാന, കാട്ടുപന്നി, എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ. മനുഷ്യൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇതിൻ്റെ പ്രത്യേകത എൻ്റെ വീട്ടിലുണ്ട്. ഭാര്യ ഭയങ്കര ജാഗ്രതയിലാണ്. വീടിൻ്റെ എല്ലാ മൂലയും എപ്പോഴും പരിശോധിക്കും, രാത്രിയും പകലും ഒക്കെ പരിശോധിക്കും, വാതിലുകളൊക്കെ അടച്ചിടും. പിന്നെ പരിസരങ്ങളിലെല്ലാം ഈ വെളുത്തുള്ളിയും ഈ മണ്ണെണ്ണയൊക്കെ ഇങ്ങനെ വിതറും, പാമ്പ് കയറാതിരിക്കാൻ. ഇത് കാണുമ്പോൾ എനിക്ക് തമാശ തോന്നുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറയും, ചിത്രം എന്തായാലും പേടിക്കേണ്ട, നമ്മുടെ വീട്ടിൽ പാമ്പ് കയറില്ല എന്ന് പറയും. അപ്പോൾ എന്താ, നമ്മുടെ വീട് പ്രത്യേകതയുള്ള വീടാണ്, എന്താ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പാമ്പേ നീ എൻ്റെ വീട്ടിൽ കയറരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പുള്ളി തമാശ എന്നോട് ചോദിക്കും. എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മറ്റൊരാൾ കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. അതിനെ വരാതിരിക്കാനാണ് നമ്മളതിന് തടസ്സം നിൽക്കുന്നത്, ഈ പറഞ്ഞ വാതിലുകൾ അടച്ച് ഇങ്ങനെയുള്ള പ്രിക്കോഷണറി മെഷേഴ്സൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പാമ്പ് വരത്തില്ലെന്നൊരു ഉറപ്പ് പറയാൻ കാരണം, ഞാൻ അതുങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് എൻ്റെ പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് മാറി ഒരു മൂലയിൽ, തെക്ക് മൂലയിലായിട്ട് കുറച്ച് നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായൊരു കാട് ഞാൻ വളർത്തുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് വളർത്തുന്നതാണ്. അതിനകത്തേക്ക് വെറും കാട് വളർത്തി അതിനെ ഒരു ഭംഗിക്ക് വളർത്തുന്നത് മാത്രമല്ല, മനുഷ്യൻ്റെ കാൽപാദം പതിയാറില്ല, അവിടെ മനുഷ്യ മണം ഏൽക്കാറില്ല. അവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്, ആ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങയൊക്കെ അവിടെ തന്നെ വീണ് കിളുക്കുകയാണ്. അപ്പം അങ്ങനൊരു സ്ഥലം നമ്മൾ അവിടെ ഇട്ട സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ താമസിക്കുന്ന ഇഴയന്തുക്കളും പാമ്പായാലും പഴുതാലയായാലും മറ്റേത് ജീവിയാലും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. കാരണം നമ്മുടെ വീടിൻ്റെ ഒരു അന്തരീക്ഷം, ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ് മറ്റ് ജീവജാലങ്ങൾക്ക് അത്ര സുഖമുള്ളതല്ല. അതിന് കയറി കിടക്കാൻ ഒരു സ്ഥലം ഇല്ലാതെ വരുമ്പോഴാണ് അത് അഭയം തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ പ്രദേശങ്ങളിലേക്കും ഒക്കെ അതിക്രമിച്ച് കിടക്കുന്നത്. അതിന് കയറി കിടക്കാൻ ഒരു സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ ഉപദ്രവിക്കത്തില്ല. ഓരോ ജീവജാലങ്ങൾക്കും അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയെ നമ്മൾ ശല്യപ്പെടുത്താതെ നമ്മൾ നമ്മുടെ ഒരു ഇടം കണ്ടെത്താമെന്നുണ്ടെങ്കിൽ ഒരു ജീവജാലങ്ങൾ നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളത് എൻ്റെ ജീവിതം തെളിയിച്ചതാണ്. ഇന്ന് സിറ്റികളിലൊക്കെ മനുഷ്യന് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കാടും മറ്റ് സ്ഥലങ്ങളും ഒക്കെ കയ്യേറി കോൺക്രീറ്റ് കാടുകൾ പണിയുകയാണ്. ഒരു ചൂട് വരുമ്പോഴേ അല്ലെങ്കിൽ ഒരു ദാഹം വരുമ്പോഴേ ഒരു കയറി ഇരിക്കാൻ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് ആ കോൺക്രീറ്റ് കാടുകളിൽ എങ്ങും ഇത്തിരി പച്ചിപ്പിൻ്റെ കൂട്ടം കാണാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതും ഈ ഭൂമിയിലെ അവകാശികളല്ലേ, അതിനും ജീവിക്കേണ്ടത്. അതുകൊണ്ടാണത് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് അതിക്രമിച്ച് കിടക്കുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാട് മാത്രമല്ല, ഞാനിതുങ്ങൾക്കായി ഇത്ര സ്ഥലം കൊടുത്ത സമയത്ത് എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലെങ്കിലും ഇത്രയും കാട് നിൽക്കുന്ന സമയത്തും ഒരു ജീവജാലങ്ങൾ പോലും, ഒരു ഇഴയന്തുകൾ പോലും വരാറില്ല. പണ്ടത്തെ ആൾക്കാർ ഈ കാവും കുളവും ഒക്കെ ഭക്തിയുടെ മേമ്പൊടിയിട്ട് ഭയപ്പെടുത്തി സംരക്ഷിച്ചതിൻ്റെ ഒരു കാരണം ഇതുപോലെ അവർ മുൻകൂട്ടി കണ്ടിട്ടാണ്. നമ്മൾ ഈ ഭൂമിയെ എല്ലാ കാര്യങ്ങൾക്കും കൈയടക്കുമ്പോൾ ഇതിൻ്റെ മറ്റ് അവകാശികൾക്ക് കയറിക്കിടക്കാൻ ഒരു മണ്ണില്ലെങ്കിൽ അവ തീർച്ചയായും ഒരുപാട് കഷ്ടപ്പെടും. അതിനെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ കാവും കുളവും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷേ ഇന്നത്തെ ഈ പുതിയ ആധുനിക ജ്യോതിഷന്മാരൊക്കെ കാവിലെ മരങ്ങളൊക്കെ വെട്ടിമാറ്റി അവിടെയും കോൺക്രീറ്റ് കൂടുകളാണ് പാമ്പുകൾക്കും പഴുതാരകൾക്കും ഒക്കെ നല്ലതെന്ന് പറയുന്നിടത്ത് വീണ്ടും നമ്മൾ പ്രകൃതിയിൽ നിന്നും അകന്നു പോവുകയാണ്. മാറ്റം ആവശ്യമാണ്, പക്ഷേ അത് സഹജീവികളുടെ ജീവിതത്തെയും ആശ്രയിച്ചായിരിക്കണം നമ്മുടെ എല്ലാ ആധുനികതയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അതുങ്ങൾക്ക് ഇത്തിരി മണ്ണ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നതിന് അതിന് ആധാരം എഴുതാനോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കാനോ ഒന്നും മറ്റ് ജീവിജാലങ്ങൾക്ക് അറിയില്ല. പക്ഷേ നമ്മൾ പ്രകൃതിയോടൊരു ഉടമ്പടി പാലിക്കണം, പ്രകൃതിയുടെ നിയമങ്ങൾ പാലിക്കണം. അതായത് നമ്മളൊരു സ്ഥലം വെക്കുന്ന സമയത്ത്, ഒരു വീട് വെക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ആ പരിസരത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം ഒഴിച്ചിടണം. ആ പ്രദേശത്തെ ആ ഒരു പറമ്പിലെ ജീവജാലങ്ങൾക്ക് കയറിക്കിടക്കാനും അല്ലെങ്കിൽ ഒരു ഭയമില്ലാതെ ജീവിക്കാനുമുള്ള ഒരു പാർപ്പിടം. എങ്കിൽ ഒരു ജീവജാലങ്ങളും നമ്മളെ ഉപദ്രവിക്കാതെ നമ്മുടെ വാസസ്ഥലങ്ങളിലേക്ക് വരില്ല എന്നുള്ളത് പ്രകൃതിയുടെ ഉറപ്പാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.